ഏവർക്കും ലീഡ് ഐസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2025 QS വേൾഡ് ഫ്യൂച്ചർ സ്കിൽസ് ഇൻഡെക്സ് ഓവറോൾ കാറ്റഗറിയിൽ 25ാം റാങ്ക് നേടി ഇന്ത്യ. മനുഷ്യരിലേക്കുള്ള രോഗസാധ്യതയുമായി സോംബി ഡീർ ഡിസീസ്. ഭീഷണി നേരിടുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് ചന്ദ്രൻ. ഗ്ലോബൽ മൊബിലിറ്റിയുടെ കേന്ദ്രമാകാൻ ഇന്ത്യ. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025. പുതിയ ഇനം ഇൻഡോ ബർമീസ് പാങ്കോളിനെ കണ്ടെത്തി സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. വാർത്തകൾ വിശദമായി. 2025 QS വേൾഡ് ഫ്യൂച്ചർ സ്കിൽസ് ഇൻഡെക്സിൽ ഓവറോൾ കാറ്റഗറിയിൽ 25ാം റാങ്ക് നേടി ഇന്ത്യ. 100 സ്കോറുമായി USA ആണ് ഒന്നാം സ്ഥാനത്ത്. UK ആസ്ഥാനമായുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് QS. ഇവർ രാജ്യങ്ങളിലെ 4 പ്രധാന സൂചികകളായ സ്കിൽസ് ഫിറ്റ്, അക്കാഡമിക് റെഡിനെസ്, ഫ്യൂച്ചർ ഓഫ് വർക്ക്, എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് വേൾഡ് ഫ്യൂച്ചർ സ്കിൽസ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഗ്രീൻ സ്കിൽസും ഉൾപ്പെടുന്ന ജോലികൾക്കുള്ള തയ്യാറെടുപ്പിൻ്റെ കാര്യത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. മനുഷ്യരിലേക്കുള്ള രോഗസാധ്യതയുമായി സോംബി ഡീർ ഡിസീസ്. നോർത്ത് അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ മൃഗങ്ങൾക്കിടയിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ രോഗം. സോംബി ഡിയർ ഡിസീസ് അഥവാ ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസ് എന്നറിയപ്പെടുന്ന ഈ രോഗം പ്രാഥമികമായി കണ്ടുവരുന്നത് ഡിയർ, എൽക്ക്, മൂസ്, റെയിൻഡിയർ എന്നീ മൃഗങ്ങളിലാണ്. ഇവയുടെ ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് രോഗം പടരുന്നത്. ഈ രോഗത്തിലൂടെ ശരീരത്തിലെത്തുന്ന ഇൻഫെക്ഷ്യസ് പ്രോട്ടീനുകൾ തലച്ചോറിലെ മറ്റു പ്രോട്ടീനുകളുടെ രൂപത്തിൽ മാറ്റം വരുത്തുകയും അത് ബ്രെയിൻ ഡാമേജ്, ന്യൂറോളജിക്കൽ രോഗങ്ങൾ എന്നിവ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ രോഗത്തിനെതിരെ കൃത്യമായ വാക്സിനോ ചികിത്സയോ കണ്ടെത്തിയിട്ടില്ല എന്നത് ജനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഭീഷണി നേരിടുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് ചന്ദ്രൻ. 1965 സ്ഥാപിതമായ വേൾഡ് മോണുമെന്റ്സ് ഫണ്ട് ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളെ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഇവരുടെ ഈ വർഷത്തെ 25 ത്രെട്ടൻഡ് കൾച്ചറൽ സൈറ്റുകളുടെ പട്ടികയിലാണ് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ ഇടം പിടിച്ചിരിക്കുന്നത്. ചന്ദ്രനിലേക്കുള്ള രാജ്യങ്ങളുടെ പര്യവേഷങ്ങളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിലും ഈ വാണിജ്യ യാത്രകൾ ഉണ്ടാക്കാവുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളെയും മുൻനിർത്തിയാണ് ഈ തീരുമാനം. വേൾഡ് മോണ്യുമെന്റ്സ് ഫണ്ട് ഇത്തവണ പുറത്തിറക്കിയ ലിസ്റ്റിലാണ് ഈ പ്രത്യേകതയും അതുയർത്തുന്ന ആശങ്കയും. ഗ്ലോബൽ മൊബിലിറ്റിയുടെ കേന്ദ്രമാകാൻ ഇന്ത്യ. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും എഞ്ചിനീയറിംഗ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയും ചേർന്നാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്മാർട്ട് സിറ്റി സൊല്യൂഷനുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങി ഗതാഗത മേഖലയിലെ ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങളെയും സാങ്കേതിക വിദ്യകളെയും ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു ഇവന്റാണ് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ. 200ഓളം കമ്പനികൾ പങ്കെടുക്കുന്ന ഈ വർഷത്തെ എക്സ്പോ 5000-ലധികം ഗ്ലോബൽ ബയേഴ്സിനെ ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ത്യയിലെ ഉയർന്നു വരുന്ന അർബൻ ട്രാൻസ്പോർട്ടേഷൻ ചലഞ്ചസിനെ മറികടക്കാനും ഇന്ത്യയെ ഗ്ലോബൽ മൊബിലിറ്റിയുടെ കേന്ദ്രമാക്കാനും സഹായിക്കുന്നതാണ് ഈ ഇവന്റ്. പുതിയ ഇനം ഇൻഡോ ബർമീസ് പാങ്കോളിനെ കണ്ടെത്തി സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ചൈനീസ് പാങ്കോളിൽ നിന്ന് ഏകദേശം 3.4 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വേർപിരിഞ്ഞതാണ് ഇവ എന്നാണ് പുതിയ കണ്ടെത്തൽ. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ കടത്തപ്പെടുന്ന വന്യസസ്തനികളിലൊന്നാണ് പാങ്കോളിൻസ് അഥവാ ഈനാമ്പേച്ചികൾ. കെരാട്ടിൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സ്കെയിൽസ് ഇവയുടെ ശരീരത്തെ ഒരു കവചം പോലെ സംരക്ഷിക്കുന്നു. വിളകളെ ആക്രമിക്കുന്ന പ്രാണികളുടെ എണ്ണം നിയന്ത്രിക്കാനും മണ്ണിന്റെ ആരോഗ്യം നിലനിർത്താനും ഇവ സഹായിക്കുന്നുണ്ട്. ചില ഔഷധങ്ങളുടെ നിർമ്മാണത്തിനായി ഇവയുടെ മാംസം ഉപയോഗിക്കുന്നത് അവയുടെ നിലനിൽപ്പിന് ഭീഷണിയായിരിക്കുകയാണ്. ത്രെട്ടൻഡ് കാറ്റഗറിയിലാണ് IUCN പാങ്കോളിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഒരു കൗതുക വാർത്തയിലേക്ക്. കാസ്പിയൻ കടലിൽ ഒരു പ്രേതദ്വീപ്. ഒന്ന് ഞെട്ടിയോ? എങ്കിൽ കേട്ടത് ശരി തന്നെ. ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന കാസ്പിയൻ കടലിലാണ് ഈ സംഭവം. 2023 ഈ കടലിൽ പ്രത്യക്ഷപ്പെട്ട ഐലൻഡ് ഇപ്പോഴിതാ 2024 അവസാനമായപ്പോഴേക്കും അപ്രത്യക്ഷമായിരിക്കുന്നു. നാസയുടെ സാറ്റലൈറ്റ് ഇമേജുകളിൽ നിന്നാണ് ഈ ഡിസപ്പിയറിംഗ് ആക്ട് തിരിച്ചറിഞ്ഞത്. അസർബൈജാൻ തീരത്തോട് ചേർന്ന് കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ക്യുമാനി ബാങ്ക് മഡ് വോൾക്കാനോ എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതത്തിന്റെ മുകൾ ഭാഗമാണ് ഈ ദ്വീപ്. അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന ചെളിയാണ് ഈ ഐലൻഡിനെ രൂപീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു താൽക്കാലിക ഭൂപ്രദേശമാണ്. 1861 ആദ്യമായി ഈ ടെമ്പററി ഐലൻഡ് മാസിനെ കണ്ടെത്തുന്നത്. ഇതുപോലെ കൗതുകം നിറഞ്ഞ അനേകം വാർത്തകളുമായി അടുത്തയാഴ്ച കാണും വരേക്കും നന്ദി, നമസ്കാരം.